മൂന്നാറിൻ്റെ മനോഹാരിതയ്ക്ക് മറ്റൊരു കാഴ്ചയുടെ ഒരു ഭംഗി നമ്മൾ പല ആംഗിളിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡ്രോണിലൂടെ നിങ്ങൾ പലപ്പോഴും ദൃശ്യമാധ്യമങ്ങൾ പരത്തുന്ന മൂന്നാറിൻ്റെ ഭംഗി വളരെ മനോഹരമാണ്. ആകാശത്ത് നിന്ന് കാണുന്ന ഭംഗി വളരെ മനോഹരമാണ്. നമ്മൾ കാറിലിരുന്ന് പോകുമ്പോഴും ഒക്കെ കാണുന്നതിനേക്കാൾ അപ്പുറം കുറച്ചുകൂടെ ഉയരത്തിലിരുന്ന് ഈ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ പച്ച പട്ട് വിരിച്ചതുപോലെ ഇങ്ങനെ കിടക്കുന്നതും ഇതിൻ്റെ ഭംഗിയും ഈ മിസ്റ്റ് മഴ ഇതെല്ലാം ആസ്വദിക്കാനുള്ളൊരു അവസരമാണ്. അപ്പോൾ അതൊരു ടൂറിസത്തിൻ്റെ മറ്റൊരു ഭാഗമാണ്. ഇതൊരു ലോക്കൽ ബസ്സല്ല, സാധാരണ ആളുകളെ കയറ്റി ടിക്കറ്റ് കൊടുത്ത് ഓടുന്ന ഒരു ബസ്സല്ല, ആരുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ വന്നതുമല്ല. ഇത് ഒരു ടൂറിസം KSRTCയുടെ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ട് രാവിലെ 8:30 മണി മുതൽ വൈകിട്ട് 6 മണി വരെ പകൽ സമയത്ത് ഓടാൻ വേണ്ടിയുള്ളതാണ്. ഇത് കാണുന്ന ഈ ലൈറ്റുകളൊന്നും നമ്മൾ ഓൺ ചെയ്യില്ല. ഇപ്പോൾ ഈ ലൈറ്റ് ഓൺ ചെയ്ത് ആര് കാണും? പകലല്ലേ, രാത്രി ഇത് ഓടിക്കുന്നില്ല. ഇതിന് ഹെഡ്ലൈറ്റ് പോലും ആവശ്യമില്ല. ഇത് ഇതിന് മുകളിലിരുന്നുകൊണ്ട് കാണാം. മൂന്നാറാകുമ്പോൾ തണുപ്പുണ്ടെങ്കിൽ അടച്ചു വയ്ക്കാം, അല്ലെങ്കിൽ ഗ്ലാസ് തുറന്നു വയ്ക്കാം. മഴയൊക്കെ വരുമ്പോൾ വളരെ മനോഹര കാഴ്ചയായിരിക്കും. അത് തീർച്ചയായിട്ടും ദൃശ്യമാധ്യമങ്ങൾ അത് പകർത്തി ആസ്വാദിക്കേണ്ട മനോഹാരിത പകർത്തി ജനങ്ങളെ കാണിച്ച് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഇത് ലോകത്തു നിന്ന് എവിടെ നിന്നും വരുന്ന ടൂറിസ്റ്റുകൾക്ക് മൂന്നാറിലെത്തുമ്പോൾ ഇതൊരു ടൂറിസം മറ്റൊരു അട്രാക്ഷൻ. ഒരുപാട് അട്രാക്ഷൻസ് ഉണ്ട്. ഈ മോളിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ബസ്സിൻ്റെ കാറിൻ്റെ മുകളിൽ കയറുന്ന യാത്ര ചെയ്യുക, ഡോറിൽ അതൊന്നും വേണ്ടല്ലോ. ഇതിരുന്ന മനോഹരമായിട്ട് കാണാം, സേഫാണ്, സെക്യൂറാണ്, വളരെ വൃത്തിയായിട്ട് കാണാൻ പറ്റും. പോകുന്ന റോഡിൽ ഈ തേയിലത്തോട്ടങ്ങൾ, ഈ റോഡിലൂടെ ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് പോകുമ്പോഴുള്ള ഭംഗി, പിന്നെ മറ്റ് പ്രകൃതിയുടെ കാഴ്ചകൾ. മിസ്റ്റ് വരും രാവിലെയൊക്കെ ആകുമ്പോൾ. അപ്പോൾ ആ മിസ്റ്റിലൂടെ ഈ വണ്ടി ഇങ്ങനെ കടന്നു പോകുമ്പോൾ അതിനകത്ത് ആ ഗ്ലാസ്സിൽ കൂടെ ഇങ്ങനെ മിസ്റ്റ് കടന്നു പോവുക. പിന്നെ മഴ സീസണിൽ ഇത് ഓടിക്കാൻ പറ്റും. മഴ സീസണിൽ മഴവെള്ളം ഇതിലൂടെ ഒഴുകിയിറങ്ങുന്ന മഴയുടെ ടൂറിസം എന്ന് തന്നെ പറയുന്നത് വളരെ അട്രാക്ഷനാണ്. മഴയുടെ ടൂറിസം പല രാജ്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. ഇതൊരു മഴയുടെ ടൂറിസം കൂടിയാണ് മനസ്സിൽ കാണുന്നത്. അപ്പോൾ സീസണില്ല ഇതിന്, എല്ലാ സീസണിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. മൂന്നാറിൽ വരുന്ന ആളിന് ഇതൊരു ഞാൻ റോയൽ വ്യൂ ബസ്സിലൊന്ന് കയറും എന്നുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ട് വരിക എന്നുള്ളതാണ്. അഡ്വാൻസായി ബുക്ക് ചെയ്യാനുള്ള ഓൺലൈൻ ബുക്കിങ്ങുള്ള സംവിധാനം എല്ലാം ഉണ്ട്. കൂടുതൽ ബസ്സുകൾ വേണം. അവിടെ ഇന്നൊരു സമരം ഉണ്ടായിരുന്നു, ഇവിടെ ബസ്സുകൾ കുറവാണെന്നും പറഞ്ഞാൽ തോന്നുന്നു. കാര്യം പറഞ്ഞില്ല. സാധാരണ സമരം വരുമ്പോൾ നേതാക്കൾ വന്ന് കണ്ടിട്ട് നമ്മുടെ അടുത്ത് ഇന്ന കാര്യത്തിനാണെന്ന് പറയും. പക്ഷെ അങ്ങനെ പറയാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതുപോലുള്ള ടൂറിസം സ്പോട്ടുകളിലേക്ക് കൂടുതൽ ബസ്സുകൾ വേണമെന്ന് ആവശ്യപ്പെട്ടുള്ളൊരു സമരമായിരുന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ 4-5 വണ്ടി എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യും. ഇനി കൂടുതൽ യാത്രയ്ക്ക് ഭംഗി വരാൻ പോകുന്ന നല്ല മഞ്ഞുള്ള സമയത്ത്, രാവിലത്തെ ട്രിപ്പ്, വൈകിട്ടത്തെ ട്രിപ്പ്, ഈ മിസ്റ്റ് ഇങ്ങനെ കൂടമഞ്ഞിങ്ങനെ വരുന്ന സമയമുണ്ട്. ആ സമയത്ത് പിന്നെ ഗ്യാപ്പ് കയറിയാൽ പിന്നെ മഞ്ഞാണ് അങ്ങോട്ട്. അപ്പോൾ അവിടെ മനോഹരമായിരിക്കും. പിന്നെ മഴ വരുമ്പോൾ ഇതിന് ഏറ്റവും മനോഹരമായ കാഴ്ച മഴ വരുമ്പോഴായിരിക്കും. മഴ ഇങ്ങനെ മുകളിൽ നമ്മുടെ തലയിൽ വീഴാതെ ഇങ്ങനെ പെയ്യുന്നതായിട്ട് തോന്നും. ഇതിനകത്തിരുന്നുള്ള ഏറ്റവും വലിയ കാഴ്ച അതായിരിക്കും. പിന്നെ ഈ തേയില തോട്ടങ്ങളുടെ ഇടയിൽ കൂടെയുള്ള ഒരു പല ഭൂപ്രകൃതിയാണല്ലോ ഇവിടെ. ഈ ഗ്യാപ്പിലൊക്കെ ചെല്ലുമ്പോൾ ആളുകൾക്ക് ആ ഗ്യാപ്പിൽ കാണാൻ ഒരുപാടുണ്ട്. അതിൻ്റെ താഴെ എന്താണെന്നൊക്കെ നോക്കാം. പക്ഷേ അതൊക്കെ ഇവിടെ നല്ല മനോഹരമായിട്ട് കാണാൻ പറ്റും. അത് അങ്ങനെ ഇരുന്ന് യാത്ര ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നല്ല ദൃശ്യങ്ങൾ പകർത്തണം. എല്ലാവരും ഇപ്പം മൊബൈലിലൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നവരാണ്. അപ്പം നല്ല ദൃശ്യങ്ങൾ പകർത്താനും നല്ല രീതിയിൽ കാഴ്ചകൾ കാണാനും ഇത് മൂന്നാറിൽ ഇന്നുവരെ കാണാത്ത ഡിഫറൻ്റ് ആയിട്ടൊരു കാഴ്ച കാണാം. MLA പോലും ഈ നാട്ടിൽ ജനിച്ചു വളർന്നിട്ട് ഇപ്പോൾ നല്ല വേറൊരു ആംഗിളിൽ കാണുകയാണ്. നമ്മൾ അരിക്കൊമ്പനെ കൊണ്ട് പോയപ്പോഴാണ് മാധ്യമങ്ങൾ ഡ്രോൺ ഇറക്കിയത്. ആ ഡ്രോൺ കണ്ടപ്പോഴാണ് ഇത്രയും ഭംഗിയുണ്ടോ എന്ന് തോന്നിയത്. അതുതന്നെയാണ് ഈ റൂട്ട് തിരഞ്ഞെടുക്കാൻ എന്നെ പ്രോത്സാഹിപ്പിച്ചത്. കൂടുതൽ ബസ്സുകൾ വരും. വിജയമാണെങ്കിൽ മറ്റൊരു ഡബിൾ ഡെക്കർ കൂടി വരും. റെഡിയാവും. അതൊക്കെ റെഡിയാവും. ഞങ്ങൾക്ക് ഒരു മാസം 1.5 മാസം കൊണ്ട് അത് വിജയഗണമാണെന്ന് ഓടിത്തുടങ്ങിയാണല്ലോ. ഓടിത്തുടങ്ങുമ്പോൾ അറിയാം, ഒരാഴ്ചയ്ക്കുള്ളിൽ അറിയാം അതിൻ്റെ ഒരു പൾസ്. അതിനകത്ത് ലൈറ്റൊന്നുമില്ല. പകൽ സമയത്ത് ഓടുന്ന വണ്ടിക്ക് ലൈറ്റ് പോലും വേണ്ട. പിന്നെ അതിനെപ്പറ്റി വിവാദത്തിൻ്റെ ആവശ്യമില്ല. അന്ന് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞങ്ങളൊരു ഇലുമിനേഷൻ ലൈറ്റ് കിട്ടും. ഒരു സാധനം ആദ്യമായിട്ട് വരുന്നതല്ലേ. പിന്നെ ലൈറ്റ് പകലോടുന്ന വണ്ടിക്ക് ലൈറ്റിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ലൈറ്റ് ഇട്ടിട്ടുണ്ടോ? അല്ലേ. രാവിലെ 8:30 മുതൽ വൈകിട്ട് 6 മണി വരെ ഓട്ടോ ഉണ്ട്. രാത്രിയിൽ മൂന്നാറിൽ ഒന്നും കാണാനില്ല.